ദയാവധം, ഉത്തനേഷ്യ അല്ലെങ്കിൽ മെഴ്സി കില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മുടെ നാട്ടിൽ നിയമവിധേയമാണോ? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നെതർലൻഡ്, ബെൽജിയം, ലക്സംബർഗ് തുടങ്ങി വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങളിൽ മാത്രമേ ദയാവധം നിയമവിധേയമായിട്ടുള്ളൂ. ഈ കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി നെതർലൻഡ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡ്രൈവ്സ് വാൻ ആപ്റ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അപേക്ഷ നൽകി ദയാവധം സ്വീകരിച്ചതോടുകൂടിയാണ് ദയാവധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായത്. രണ്ട് തരത്തിലുള്ള ദയാവധമാണുള്ളത്. ഒന്ന് ആക്റ്റീവ് ഉത്തനേഷ്യയും, രണ്ട് പാസീവ് ഉത്തനേഷ്യയും. ഈ ആക്റ്റീവ് ഉത്തനേഷ്യ എന്ന് പറയുന്നത് ഇന്റൻഷണൽ ആക്ട് ഓഫ് എൻഡിങ് എ പേഴ്സൺസ് ലൈഫ് ടു റിലീവ് ദ പെയിൻ ഓർ സഫറിംഗ് അസോസിയേറ്റഡ് വിത്ത് ടെർമിനൽ ഇൽനസ് ഓർ ഇറക്കവറബിൾ കണ്ടീഷൻ. ഗുരുതരമായ അസുഖം മൂലം ഇനി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരാൾക്ക് വേദനയിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അയാളുടെ അപേക്ഷ സ്വീകരിച്ച് മനഃപൂർവ്വം മരണം വരിക്കുന്നതിനെയാണ് ആക്റ്റീവ് ഉത്തനേഷ്യ എന്ന് പറയുന്നത്. ഈ അനസ്തേഷ്യയ്ക്ക് നൽകുന്ന മരുന്നിൻ്റെ ഹൈ ഡോസ് ശരീരത്തിലേക്ക് കുത്തിവെച്ചാണ് ഇത്തരം ദയാവധം നടപ്പിലാക്കുന്നത്. ഇത് ഇന്ത്യയിൽ നിയമവിധേയമല്ല. പാസീവ് ഉത്തനേഷ്യ എന്ന് പറയുന്നത് വെൻ ലൈഫ് സപ്പോർട്ടിംഗ് മെക്കാനിസം ദാറ്റ് ആർ പ്രിസർവിംഗ് ദ ലൈഫ് ഓഫ് എ പേഷ്യൻറ്റ് ആർ വിഡ്രോൺ. കോമ സ്റ്റേജിലും മറ്റവസ്ഥയിലും ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനം ഒരു മെഡിക്കൽ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം നിർത്തിവെക്കുന്നതിനെയാണ് പാസീവ് ഉത്തനേഷ്യ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ വ്യവസ്ഥകൾ പ്രകാരം നിയമവിധേയമാണ്. ഇതിൽ പുതിയ അറിവാണെങ്കിൽ